ശരീരത്തിലെ ചെറിയ മുറിവുകളെപ്പോലും രോഗാവസ്ഥയെന്ന് കുട്ടിഘോഷിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഉപ്പളയിലെ ലാൽബാഗ് എന്ന ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിച്ചോട്ടെ. ഇവിടെ പഴകദ്രവിച്ച ഒറ്റമുറി ക്വാർട്ടേഴ്സിലെ അബ്ദുല്ല എന്ന ഹതഭാഗ്യവാനായ പിതാവിനെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. കണ്ണുനീരിന്റെ ഉണങ്ങാത്ത പാടുകൾ തെളിഞ്ഞു നിൽക്കുന്ന ഖദീജ എന്ന ഉമ്മയെ കാണണം. ഒത്തവണ്ണവും ഉയരവുമുള്ള രണ്ടാൺമക്കളുണ്ട് ഇവർക്ക്. 25-കാരനായ ഷമീറും 23 വയസ്സുള്ള അഷ്റഫും. പിന്നെ ഇവർക്ക് എന്ത് പ്രാരാബ്ധമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉപ്പയെന്നോ ഉമ്മയെന്നോ തിരിച്ചറിയാത്ത ഏത് നിമിഷവും അക്രമകാരികളായി മാറിയേക്കാവുന്ന മാനസിക വിഭ്രാന്തിയാണ് രണ്ടുപേർക്കും. അവർക്ക് താഴെ ജന്മനാ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഫാത്തിമത്ത് മുനീഫ എന്ന 13-കാരി. സങ്കടം എന്ന വാക്കിനെപ്പോലും കരയിപ്പിച്ചു കളയുന്ന ജീവിതാവസ്ഥയാണ് പൊളിഞ്ഞു വീഴാറായ ഈ വാടകമുറിയിലാകെ തളം കെട്ടി നിൽക്കുന്നത്. ബായാറിലെ കൊച്ചുവീട്ടിൽ ഉള്ളതുകൊണ്ട് പെരുന്നാൾ പോലെ കഴിയുന്നതിനിടെയാണ് 13 വർഷങ്ങൾക്ക് മുമ്പ് ദുരന്തങ്ങളുടെ പെരുമഴ ഇവിടെ പെയ്തു തുടങ്ങിയത്. 3 ആൺമക്കൾക്ക് താഴെ കാത്തിരുന്നു കിട്ടിയ പെൺകുട്ടി, പനിനീരിന്റെ ഇതൾ പോലെ ആരും കൊതിക്കുന്ന കവിൾത്തരമുള്ള ആ പൊന്നുമോൾ പക്ഷേ ജനിച്ചിട്ട് മാസങ്ങളോളം കരഞ്ഞതേയില്ല. മസ്തിഷ്കത്തിന് വളർച്ച കുറവാണെന്നും മറ്റു കുട്ടികളെ പോലെ സംസാരിക്കാനും പെരുമാറാനും ഇവൾക്കെനി കഴിയില്ലെന്നും ഡോക്ടർമാർ വിധിയെഴുതി. അന്ന് തൊട്ട് കരഞ്ഞു തുടങ്ങിയതാണ് ഈ ഉപ്പയും ഉമ്മയും. എന്നാൽ വിധി അവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ ഒരുക്കമായിരുന്നില്ല. ഷമീർ എന്ന മൂത്ത മകനായിരുന്നു അടുത്ത ഉന്നം. പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് വെൽഡിംഗ് ജോലിക്ക് പോയി കുടുംബം പുലർത്തിയ ചെറുപ്പക്കാരൻ. അവിടെ നിന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. 18-ാമത്തെ വയസ്സിൽ കാണുന്നവരോടൊക്കെ ദേഷ്യം പ്രകടിപ്പിച്ചായിരുന്നു തുടക്കം. രോഗം പിന്നെയും മൂർച്ഛിച്ചു. വീട്ടുകാരെയും അയൽക്കാരെയും ആക്രമിക്കാൻ തുടങ്ങി. അതോടെ ഷമീറിനെ കങ്കനാടിയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പഴയ സ്വഭാവം പിന്നെയും ആവർത്തിച്ചു. മാനസികാശുപത്രിയിലെ ഇരുമ്പുകട്ടിലേക്കും തിരികെ വീട്ടിലേക്കുമുള്ള നിരന്തര യാത്രകളാണ് അതിനുശേഷം 7 വർഷങ്ങളായി ഷമീർ എന്ന യുവാവിന്റെ ജീവിതം. പാരനോയിഡ് ഷിസോഫ്രേനിയ എന്ന രോഗമായിരുന്നു അത്. മുനീഫയെപ്പോലെ ഷമീറിന്റെയും മനസ്സ് പിഴച്ചു പോകുന്നത് കണ്ടു നിൽക്കാനാവാതെ ആ പിതാവ് ആകെയുണ്ടായിരുന്ന വീടും പറമ്പും വിറ്റു. എന്നിട്ടും അവൻ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വന്നതേയില്ല. അതിനു താഴെ വളർന്നു വരുന്ന അഷ്റഫിലായിരുന്നു പിന്നീട് കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും. 19 വയസ്സ് കഴിഞ്ഞപ്പോൾ അഷ്റഫ് ജ്യേഷ്ഠനേക്കാളും തീവ്രതയിൽ അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങി. നിയന്ത്രണം നഷ്ടപ്പെടുന്ന നേരങ്ങളിൽ വടിയും കല്ലും എടുത്തടിക്കുന്നത് ഉമ്മയെന്നോ അനുജനെയെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല. വാടക വീടിന്റെ വാതിലുകൾ അവൻ തള്ളിപ്പൊളിച്ചു. ജന്മത്തിന്റെ തീരാശാപം പോലെ ഷമീറിന്റെ അതിഅസുഖമായിരുന്നു അഷ്റഫിന്. രോഗികളുടെ പട്ടികയിലേക്ക് പുതിയൊരു പേര് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് പറയാൻ എന്തെളുപ്പമാണല്ലേ. എന്നാൽ മനസ്സിന് താളം തെറ്റിയ 3 മക്കൾക്കിടയിൽ ജീവിക്കുന്ന അബ്ദുള്ളയെയും ഖദീജയെയും നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ മാസമാണ് സിലിണ്ടർ കുറ്റി പൊക്കിയെടുത്ത് അഷ്റഫ് ഉപ്പയുടെ മേൽ ഇടാൻ നോക്കിയത്. വാർത്ത പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്ന വർണ്ണനകളല്ല സുഹൃത്തെ. ഖദീജയുടെ കയ്യിലും മുഖത്തുമൊക്കെ മക്കൾ മാന്തിപ്പറിച്ചതിന്റെ അടയാളങ്ങൾ കാണാം. ഈ കാഴ്ചയെ വിശേഷിപ്പിക്കാൻ നിങ്ങളുടെ ശബ്ദധാരാവലിയിൽ എന്ത് പദമാണുള്ളത്? 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുനീഫയോട് ഞങ്ങൾ പേരെഴുതാൻ ആവശ്യപ്പെട്ടു. സന്തോഷത്തോടെ പേന വാങ്ങിയിട്ടും കുറെ വരകൾ മാത്രമാണ് അവൾ കടലാസിലാകെ കുത്തിക്കുറിച്ചത്. പേരെഴുതു മോളെ എന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോഴും മുനീഫ അത് തന്നെ ആവർത്തിച്ചു. നമുക്കൊന്നും വായിക്കാനറിയാത്ത മാലാഖമാരുടെ ഭാഷയിലായിരിക്കാം അവൾ സ്വന്തം പേരെഴുതി വെക്കുന്നത്. കാണുന്നവരെയൊക്കെ പരിചയപ്പെടുന്ന മോണ കാട്ടിച്ചിരിക്കുന്ന ഇവരുടെ മനസ്സ് പ്രായത്തിനും ഏറെ പിറകിലാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? 18 വയസ്സ് കഴിയുമ്പോൾ ഒരു ശാപം പോലെയാണ് ഈ കുടുംബത്തിലെ 2 ആൺമക്കളുടെയും മനസ്സ് പിഴച്ചത്. ഇവർക്ക് താഴെ +2 പഠിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരു അനുജൻ കൂടിയുണ്ട്. വിധിയെ മുമ്പേ കണക്കുകൂട്ടുകയല്ല, എങ്കിലും പേടിയാവുന്നുണ്ട്. യാ അല്ലാഹ്, ആ കൊച്ചനുജനെയെങ്കിലും നീ കാത്തുകൊള്ളണേ. മുറിക്കേട് വരുത്തുന്നുവെന്ന കാരണം പറഞ്ഞ് ഓരോ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും എത്രയോ വട്ടം ഇവരെ നിർദ്ദയം ഇറക്കിവിട്ടു. മഞ്ചേശ്വരത്ത് താമസിക്കുമ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാനാണ് 3 രോഗികളുള്ള ഈ കുടുംബത്തോട് വീട്ടുടമ ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് 1.5 വർഷം മുമ്പ് ലാൽബാഗിലെ മുറിയിലേക്ക് എത്തുന്നത്. ഊടുപാകി ഈ പഴയ കെട്ടിടം കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ ഉള്ളു തകർക്കും. അവിടെയാണ് 3 അരജീവിതങ്ങൾക്ക് അബ്ദുള്ളയും ഖദീജയും കാവലിരിക്കുന്നത്. സന്തോഷം എന്താണെന്ന് ഇവരറിഞ്ഞിട്ട് മുനീഫയുടെ വയസ്സായി. 7 വർഷങ്ങൾക്കിപ്പുറം ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. അതിനിടെ പുതുവസ്ത്രമൊടുക്കാത്ത, മധുരപലഹാരങ്ങൾ ഒരുക്കാത്ത എത്ര പെരുന്നാൾ കടന്നുപോയി. ഷവ്വാലൊന്നും ദുൽഹിജ്ജ 10ഉം ഇവർക്ക് കലണ്ടറിലെ മറ്റേത് ദിവസവും പോലെ തന്നെയായിരുന്നു. കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോലും കുറഞ്ഞുപോയെന്ന് ഈ ഉമ്മ പറയുന്നത് ആർക്കാണ് കരുളുറപ്പോട് കേട്ടു നിൽക്കാൻ കഴിയുക? സ്വന്തം മക്കളുടെ തല്ലുകൊള്ളേണ്ടി വരുന്ന ഖദീജ ഉമ്മയേക്കാൾ നിർഭാഗ്യവതിയായി ഈ ലോകത്ത് ആരാണുള്ളത്? ഇവരെ വീട്ടിലാക്കി ജോലിക്ക് പോയാൽ പിന്നീട് എന്താണ് സംഭവിക്കുകയെന്ന് അബ്ദുള്ളക്ക് ഒരു രൂപവുമില്ല. പിന്നെ എങ്ങനെയാണ് ദൈവമേ ഈ വീട്ടിൽ അടുപ്പ് പുകയുന്നത്?
മരുന്ന് തീർന്നു പോയാൽ ആരാണത് വാങ്ങിക്കൊടുക്കുക? ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ ആരുടെ മനസ്സാണ് പിഴച്ചു പോകാത്തത്? ഇത്രമേൽ ത്യാഗങ്ങൾ സഹിച്ച മറ്റൊരു ഉപ്പയെയും ഉമ്മയെയും ഈ ഭൂമുഖത്ത് കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് കൂട്ടുകാരൻ. അള്ളാഹ് എന്ത് കയ്യാത്തരം നിങ്ങളെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു കയ്യാത്തരത്തിന് അള്ളാഹുക്കാരെ തരണം. എന്ത് തന്നു? ഇനി പറയൂ സുഹൃത്തെ, ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെ പറ്റിയാണ് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു നടന്നത്? ദുഃഖം എന്ന് വിളിക്കാവുന്ന അവസ്ഥ ഒരേയൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഊതിപ്പെരിപ്പിച്ച മിഥ്യകളായിരുന്നു അതെല്ലാം. ഹൃദയം നോവുന്ന ഈ കാഴ്ച നിങ്ങളുടെ എല്ലാ ധാരണകളെയും മാറ്റിയെഴുതും തീർച്ച. മുനീഫയുടെ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ നിന്ന് എങ്ങനെയാണ് മായ്ച്ചു കളയാനാവുക? ഖദീജയുടെ കരഞ്ഞൊഴുകുന്ന വാക്കുകൾ കേൾക്കാതിരിക്കുന്നതെങ്ങനെ? ഷമീറും അഷ്റഫും നമ്മുടെ കൂടി സഹോദരന്മാരല്ലേ? ഈ കാഴ്ച കാണാതിരിക്കാൻ മാത്രം സമനില തെറ്റിയിട്ടില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം ഖയ്യൂം മാനിയ, ഈ വിഷൻ ന്യൂസ്.